Laini George. Yeah, good evening. Laini George, kindly start the meeting. ഹലോ, തുടങ്ങാം നമുക്കെന്നാ. തുടങ്ങാം, പ്ലീസ് തുടങ്ങിക്കോളൂ. KRLCBC പ്രസംഗ നേതൃത്വ കുടുംബത്തിലെ 12ാമത്തെ സെഷനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഈ ഒരു കുടുംബത്തിൽ നമ്മുടെ പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കളുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്ന ഗ്രിഗറി അച്ഛനെയും ഓരോ മക്കളുടെയും കഴിവുകളും പോരായ്മകളും മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തി സ്നേഹത്തോടെ നമ്മളെ കൊണ്ടു നടക്കുന്ന ബ്രിജിത്താമ്മയും, നമ്മുടെ കുടുംബത്തിലെ മൂത്ത ജ്യേഷ്ഠന്മാരായ ജെയ്സൺ സാർ, ജൂലിയൻ സാർ, മറ്റ് കോർഡിനേറ്റേഴ്സ് എല്ലാവരും അടങ്ങുന്ന ഒരു നല്ല കുടുംബം. എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഏതൊരു കുടുംബവും നല്ലൊരു കുടുംബമായി മാറുന്നത് ഈശ്വര സാന്നിധ്യം കൂടി ഉണ്ടാകുമ്പോഴാണ്. പ്രാർത്ഥനയ്ക്കായി പോൾ അലക്സാണ്ടർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അരുളിച്ചെയ്ത യേശുനാഥ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അങ്ങ് സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് KRLCBCയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ലീഡർഷിപ്പ് പരിശീലനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളെയും ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലീഡർഷിപ്പിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഗ്രിഗറി അച്ഛനെയും ജെയ്സൺ സാറിനെയും സിസ്റ്റർ ബ്രിജിറ്റ്, അതുപോലെ ആനിമേറ്റർമാർ, കോർഡിനേറ്റർമാർ എന്നിവരെയും ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ഉദ്യമങ്ങളെ അങ്ങ് സഫലമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി ലിനി, അതുപോലെ മെറ്റിൽഡ മാർട്ടിൻ, മേരി ഡി സിൽവ, ഷേർലി സെബാസ്റ്റ്യൻ എന്നിവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവരെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അറിവും കഴിവും സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയും സമുദായത്തിലെ ഒത്തിരി പേർക്ക് ഒരനുഗ്രഹമായി മാറാൻ ഞങ്ങളെ നയിക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശ്രവിച്ച് വിശ്വസിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ലോകത്തിന് ആ വചനത്തെ നൽകിക്കൊണ്ട് സകരക്ഷകയായി മാറിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നന്ദി പോൾ അലക്സാണ്ടർ സാർ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി മെറ്റിൽഡ മാർട്ടിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കളരിയിൽ അംഗങ്ങളായിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഏവർക്കും എന്റെ സ്നേഹവന്ദനം. ആദ്യം വചനമുണ്ടായിരുന്നു എന്ന വിശുദ്ധ ഗ്രന്ഥം വചനം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ആ വചനത്തെ അർത്ഥപൂർണമാക്കാൻ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു കഥ മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ദൈവവചനം ആഴമേറിയ ആശയങ്ങളും ലളിതമായി പങ്കുവയ്ക്കുവാനും നിയോഗിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസംഗ പരിശീലന കളരി
ശുശ്രൂഷ മാറ്റിമുട്ടുന്നു. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നാം ഓരോരുത്തരും ഓൺലൈൻ വഴി പ്രസംഗ പരിശീലന കളരിയിൽ നാം ഭാഗമായിരിക്കുന്നു. ഈ മഹത്തായ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഗിരിജന് ഏറ്റവും ആദരവോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രസംഗ കളരിയിലെ തന്റേതായ വ്യക്തിമുദ്ര പതിച്ച ലളിതമായ ശൈലിയിൽ ഗഹനമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ പ്രാവീണ്യം തെളിയിച്ച KCBC ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ അതിരൂപതയുടെ ചുറുചുറുക്കുള്ള വൈദികനായ ബഹുമാനപ്പെട്ട കാപ്പസ് ലോപ്പസ് അച്ഛന്റെ അറിവും അനുഭവ സമ്പത്തും നമുക്ക് ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന ഉറപ്പുള്ളതാണ്. ബഹുമാനപ്പെട്ട ഹൃദയപൂർവം അച്ഛനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മത്തിന്റെ ഗിഗറി അച്ഛനോടൊപ്പം നേതൃത്വം നൽകുന്ന ജോൺസൺ സാറിനും ജെയ്സൺ സാറിനും ആദരവോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രസംഗ കളരിയുടെ നെടുംതൂണായ കോർഡിനേറ്റേഴ്സ്, ആനിമേറ്റേഴ്സ്, ഈ പ്രസംഗ കളരിയിലെ അംഗങ്ങളെ ഏവർക്കും ഈ സയൻസ് സന്നിധിയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും ഈ ഒരു പ്രസംഗ നേതൃത്വ പരിശീലന കുടുംബത്തിലേക്ക് ക്ഷണിച്ച മെറ്റിൽഡ മാർട്ടിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ പ്രസംഗ കലയിലെ മികവിനൊപ്പം തന്നെ നമ്മിലെ നേതൃത്വ പാഠവും കൂടി എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഗ്രിഗറി അച്ഛനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗ്രിഗറി അച്ഛൻ. ഗ്രിഗറി അച്ഛ. മ്യൂട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛനുണ്ടല്ലോ, അച്ഛനുണ്ട്, മ്യൂട്ടാണ്. മ്യൂട്ടായിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നില്ല. എന്റെ ശബ്ദമാണോ? കേൾക്കാമോ? ആ, ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം. എന്റെ മൊബൈലിലെ ചെറിയ കമ്പ്യൂട്ടർ. ഓക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരു ദിവസം കൂടെ നിങ്ങളെ ഈ പ്രസംഗ പഠന കളരിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട 2 തലങ്ങളുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, ഒരു നല്ല നേതാവാകുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വയമായിട്ട് നാം നേതൃത്വത്തിലേക്ക് രൂപീകരിച്ച് വരേണ്ടതാണെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് സ്വയം നമുക്ക് നേതാവാകാൻ രൂപീകരണം നടത്താൻ കഴിയുന്നതെന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകൾ. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് വികാരപരമായിട്ടുള്ള ഒരു കാര്യം. വികാരം നിയന്ത്രിച്ച് നല്ല രീതിയിൽ നേതാവായി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വിഭാവന ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാലമായിട്ട് മാറും. അതുകൊണ്ട് ഈ 2ഉം കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒരു നേതാവ് എന്ന് പറയുന്നത് ഒരു പദവിയല്ല, മറിച്ച് ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന ഒരു രൂപീകരണ പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു വലിയ പദവിയിലോ ഒരു സ്റ്റാറ്റസിലോ ഒരു ഔന്നത്യത്തിലോ എത്തി എന്നുള്ള ചിന്ത അല്ല വേണ്ടത്. എപ്പോഴും ഒരു സമൂഹത്തെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കാണേണ്ടത് എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചില ഘടകങ്ങൾ എങ്ങനെ നമ്മൾ ഒരു നേതാവാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില ചിന്തകളാണ് ഞാൻ പറയുന്നത്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ അതിൽ രൂപീകരിച്ച് വരേണ്ടതാണ്. നമ്മൾ ഈ കുഞ്ഞുണ്ണി മാഷിൽ വളരെ മനോഹരമായ ഒരു കവിത പറയും, നിത്യ അഭ്യാസി ആന എടുക്കും, അഭ്യസിക്കാത്തവൻ ഒരു പേന പോലും എടുക്കുകയില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നേതാവായിട്ട് മാറണമെങ്കിൽ നമ്മൾ നിരന്തരം അഭ്യസിച്ചു കൊണ്ടുവരണം. അഭ്യാസം ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമത്തേത്, ഒരു നല്ല നേതാവായിട്ട് മാറണമെങ്കിൽ നാം സ്വയം ആത്മനിയന്ത്രണം അഭ്യസിക്കണം. ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ സെൽഫ് കൺട്രോൾ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിന് ഒരു പക്വതയാർന്ന വ്യക്തിത്വം ഉണ്ടാകണമെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ടും 3 ഫാക്കൽറ്റീസ് ഉണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ബുദ്ധിപരമായ തലം, വികാരപരമായ തലം, മാനസികമായ തലം. ഇത് 3ഉം പരസ്പരം ഹാർമോണിയസ് ആയിട്ട് നിലനിന്നാൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തിത്വ വികാസനത്തിലേക്കും നേതൃത്വത്തിലേക്കും കടന്നു വരാൻ കഴിയുള്ളൂ. അതിന് വളരെ മനോഹരമായിട്ട് വിശുദ്ധ അഗസ്റ്റ്യനോസ് പറയുന്ന ഒരു കാര്യം, ആദ്യ മനുഷ്യൻ ബുദ്ധി ഉണ്ടായിരുന്നു, വികാരങ്ങൾ ഉണ്ടായിരുന്നു, മനസ്സ്, ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, ചിന്തകളെല്ലാം വരുന്നത് ബുദ്ധിയിൽ നിന്നാണ്. അപ്പൊ അത് ഇന്റലക്ച്വൽ പവർ എന്ന് നമ്മൾ പറയുന്നത്. ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മളെ ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മനഃശാസ്ത്രന്മാർ പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് വില്ലാണ്, ഇച്ഛ, തീരുമാനമെടുക്കുന്ന പ്രക്രിയ. അപ്പൊ ആദ്യകാലങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനുണ്ടായിരുന്ന ഒരു പ്രധാനമായിട്ടുണ്ടായിരുന്നത് ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വികാരം, അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തീരുമാനം. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് ബുദ്ധിശക്തിയും, രണ്ടാമത് അതിന്റെ കീഴെ ഉണ്ടായിരിക്കുകയായിരുന്നു വികാരം. എന്നാൽ പാപം ചെയ്തതിന് ശേഷം ഇത് കീഴ്മേ മറിഞ്ഞു, ഹാർമോണിയസ് അവസ്ഥ നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇന്ന് കൂടുതലായിട്ട് നമ്മെ നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്, വിചാരങ്ങളെക്കാൾ ഉപരിയായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വികാരാധിഷ്ഠിതമായ തീരുമാനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിചാരം, വികാരം, തീരുമാനം, ഇത് 3ഉം നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഒരു നല്ല നേതാവ് വിചാരാധിഷ്ഠിതമായി വികാരത്തെ മനസ്സിലാക്കി തീരുമാനിക്കുന്ന വ്യക്തിയാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രാമുഖ്യം എപ്പോഴും ചിന്താപരമായ കാര്യങ്ങളിലായിരിക്കും. വികാരപരമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൃഗങ്ങളെ പോലെയുള്ളതാകും. അപ്പൊ നമ്മളെപ്പോഴും വികാരത്തിന് അടിപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. അങ്ങനെയാണ് പലപ്പോഴും ഈ നേതൃത്വ പ്രസ്ഥാനങ്ങളൊക്കെ തകർന്നു തരിപ്പണമാകുന്നത്. ചില ആളുകൾ വികാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അതിന്റെ ഫലമായിട്ട് അവർ നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രത്യാഘാതവും ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു ഹാർമോണിയസ് നേച്ചർ എന്നാണ് വിശുദ്ധ അഗസ്റ്റ്യനോസ് പറയുന്നത്. നമുക്കൊരു ഹാർമണി ഉണ്ടാകണം നമ്മുടെ വ്യക്തിത്വത്തിൽ. ചിന്ത, വികാരങ്ങൾ, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ. അല്ലാതെ തിരിച്ചല്ല. വികാരങ്ങൾ നമ്മെ നയിക്കുകയും പിന്നെ ചിന്തയില്ലാതാകുകയും ചെയ്യുന്ന തലത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നിയന്ത്രണം എന്ന് പറയുമ്പോൾ എൻ്റെ വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ വികാരങ്ങളെ നിലനിർത്തി തീരുമാനങ്ങളിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു ആത്മനിയന്ത്രണം ഉണ്ടാകണം. അത് നേതാവിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മള് വിലയിരുത്തേണ്ടത് എന്തുമാത്രം എനിക്കൊരു ആത്മനിയന്ത്രണം അഭ്യസിക്കാൻ കഴിയും. ഞാൻ എൻ്റെ കുടുംബത്തിലും എൻ്റെ സ്ഥാപനങ്ങളിലും ഞാൻ പ്രവർത്തിക്കുന്ന നേതൃത്വ മേഖലകളിലും ആത്മനിയന്ത്രണത്തോടുകൂടി എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ ഒരു മാനദണ്ഡം. അപ്പൊ നമുക്ക് ആത്മനിയന്ത്രണത്തോടു കൂടി വ്യാപരിക്കുന്നവന് മാത്രമേ നല്ല നേതാവാകൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, ആത്മനിയന്ത്രണത്തോടൊപ്പം തന്നെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഈ ആത്മനിയന്ത്രണത്തെ കുറിച്ച് വളരെ മനോഹരമായ ഒരു വാക്യം നമുക്ക് സുഭാഷിതങ്ങൾ വായിക്കാൻ പറ്റും. ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്ന ജേതാവിനേക്കാളും ശ്രേഷ്ഠനാണ്. ഇപ്പൊ യുദ്ധത്തില് നഗരം പിടിച്ചെടുക്കുന്ന ഒരു രാജാവിനേക്കാളും ശ്രേഷ്ഠനാണ് മനസ്സിനെ നിയന്ത്രിച്ച് സ്വയം നിയന്ത്രിച്ചു പോകാൻ കഴിവുള്ള വ്യക്തി എന്നുള്ളതാണ് ബൈബിളിൽ തന്നെ പറയുന്ന ഒരു വാക്യം. അപ്പൊ നമുക്ക് നേതാവെന്ന രീതിയിൽ വേണ്ടത് നമ്മെ തന്നെ നിയന്ത്രിച്ച് ആത്മനിയന്ത്രണം പാലിച്ച് പക്വതയോടുകൂടിയുള്ള ഒരു ജീവിതശൈലി ഉള്ള ആളായിട്ട് മാറണം. അതിന് നമ്മൾ അഭ്യാസം നടത്തണം. അതാണ് നിരന്തര അഭ്യാസി എന്ന് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, പെരുമാറ്റങ്ങൾ ഉണ്ടാകേണ്ട സൗമ്യത, സൗമ്യമായ രീതിയിലുള്ള പെരുമാറ്റം. ഇപ്പൊ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ നല്ല പെരുമാറ്റ ശൈലി ഞാൻ വളർത്തിയെടുക്കണം, എങ്കിലേ എനിക്ക് നല്ല നേതാവാകാൻ കഴിയുള്ളൂ. അപ്പൊ പെരുമാറ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സത് സ്വഭാവത്തിന്റെ രൂപീകരണമാണ്. സ്വഭാവത്തിൽ നിന്നാണ് പെരുമാറ്റങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ അത് കപടമായിട്ട് മാറും. അപ്പൊ കാപട്യം വെടിഞ്ഞ് നല്ല സ്വഭാവം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് സത് സ്വഭാവത്തിന്റെ സുതാര്യത സ്വന്തമാക്കാൻ കഴിയണം. അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
അതല്ലെങ്കിൽ നമ്മെ ആരും വിശ്വസിക്കത്തില്ല, നമുക്ക് നേതൃത്വം അംഗീകരിക്കപ്പെടുകയില്ല. അപ്പൊ നല്ലൊരു നേതാവായിട്ട് മാറണമെങ്കിൽ നല്ല സ്വഭാവം രൂപീകരിച്ചെടുക്കുന്ന പ്രക്രിയ അഭ്യസിക്കണം. നല്ല സ്വഭാവം നമുക്ക് ഉടനെ ഉണ്ടാകത്തില്ല, അത് നമ്മൾ നിരന്തരം അഭ്യസിച്ചെടുക്കേണ്ടതാണ്. ആത്മനിയന്ത്രണം അഭ്യസിക്കണം. ഇതെല്ലാം നേതൃത്വത്തിലേക്ക് സ്വയം അഭ്യസിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ നല്ല പെരുമാറ്റ ശൈലി രൂപപ്പെടുത്തുകയും നല്ല പെരുമാറ്റ ശൈലി വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു പരിശീലന പ്രക്രിയ നമ്മുടെ മേലുണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നല്ലൊരു നേതാവായി മറ്റുള്ളവരുടെ മുമ്പിൽ ശോഭിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. മൂന്നാമത് സേവന തൽപരത വളർത്തിയെടുക്കണം. ഇപ്പൊ നമ്മള് സ്വന്തം കാര്യം മാത്രം നോക്കി കസേരമേൽ ചടഞ്ഞിരുന്ന് ടിവിയും കണ്ട് മൊബൈലിലൂടെ പലതരത്തിലുള്ള ക്ലിപ്പും കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല നേതാവാൻ പറ്റത്തില്ല. നല്ല നേതാവാകണമെങ്കിൽ ഇറങ്ങി പുറപ്പെട്ട് സേവനം ചെയ്യുവാൻ വേണ്ടി, അത് ഏത് മേഖലയിലായിരുന്നാലും, ഒരുപക്ഷെ നമ്മുടെ അടുത്ത് താമസിക്കുന്നവർക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ആയിരിക്കാം, ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, അതാണല്ലോ സേവനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സേവന തൽപരത വളർത്തിയെടുക്കാൻ കഴിയണം. അതിന് സേവന തൽപരത വളർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ അവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, അയൽക്കാരോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ ദൗത്യമായിട്ട് ക്രൈസ്തവ വിശ്വാസം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് സേവനം ചെയ്യാൻ കഴിയണമെങ്കിൽ എന്റെ ചുറ്റുപാടുമുള്ളവർ എന്റെ സഹോദരരാണ്, ദൈവത്തിന്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് എന്നുള്ള ബോധത്തോടു കൂടി ഞാൻ അവരോട് ഇടപഴകണം. അങ്ങനെ ഇടപഴകുമ്പോൾ അവരെ ഞാൻ സേവിക്കുവാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയുണ്ടാകും. അപ്പൊ അത് എന്തുമാത്രം എനിക്കുണ്ടെന്ന് ഞാൻ ചിന്തിച്ച് അതിലേക്ക് വളർത്തിയെടുക്കുമ്പോഴാണ് നല്ല നേതാവാൻ കഴിയുന്നത്. അപ്പൊ ഇത് എന്റെ തന്നെ നേതൃത്വ പരിശീലനത്തിലേക്ക് എന്നെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാലാമത്തേത്, അപ്പൊ അതിന് ഈ സേവന തൽപരത ഉണ്ടാകാൻ വേണ്ടി നമുക്ക് കഴിയണമെങ്കിൽ പൊതുനന്മ ആഗ്രഹിക്കണം, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ നന്മയും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു നേതൃത്വ ശൈലിയിലേക്ക് നമുക്ക് വളരാൻ കഴിയുള്ളൂ. നാലാമത്, ആശയത്തെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ കഴിയുന്നവനാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രസംഗ പരിശീലനം നടത്തിയത്. ആശയത്തെ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നല്ല നേതാവ്. ആശയത്തെ ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലും യുക്തിപരമായും അടുക്കും ചുറ്റിയോടും കൂടി പറയുവാനുള്ള കഴിവിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തെ പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നിരന്തരം അഭ്യസിക്കണം. അതിനുവേണ്ടിയാണ് പ്രസംഗ പരിശീലനം നമ്മൾ നടത്തിയത്. ഓരോ കാര്യങ്ങളും അഭ്യസിക്കപ്പെടേണ്ടതാണ്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അഭ്യാസം ആവശ്യമായിട്ട് വരുന്നതിന്റെ ഒന്നാണ് ഈ പറയുന്ന പ്രസംഗ പാഠവും ആശയ വിനിമയം നടത്താനുള്ള കഴിവും. അഞ്ചാമത്തേത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. അത് ഞാൻ വീണ്ടും വിശദമായിട്ട് പറയും. എന്നിരുന്നാലും ആദ്യം പറഞ്ഞു പോകുന്നത് ഈ നമ്മള് സാധാരണ പറയുന്ന IQ വളർത്തിയെടുക്കണം പറയും. IQ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമുക്ക് ബൗദ്ധികമായിട്ടുള്ള കഴിവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വളരെയാണെങ്കിൽ, ഞാൻ ബുദ്ധിപരമായിട്ട് വളരെയാണെങ്കിൽ ഞാൻ ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറും. പക്ഷേ നമുക്ക് ലക്ഷ്യമാകേണ്ടത് EQ ആണ്, ഇമോഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വളർത്തുക, ഇമോഷണൽ സ്റ്റെബിലിറ്റി വളർത്തുക എന്നുള്ളതാണ്. വൈകാരികമായ പക്വത വളരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിന് കഴിയുമെങ്കിൽ മാത്രമേ നല്ല നേതാവാൻ പറ്റുള്ളൂ. വികാരങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് നിയന്ത്രിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോഴാണ് നല്ല നേതാവാൻ കഴിയുന്നത്. ബുദ്ധിപരമായിട്ട് വളരുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷനായിട്ട് വളരാൻ കഴിയും, നമുക്ക് ഒരുപാട് സമ്പത്ത് വളർത്തിയെടുക്കാനൊക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നല്ല നേതാവാകണമെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ മാത്രം പോരാ, നമുക്ക് വൈകാരികമായ പക്വത ആവശ്യമാണ്. അതിന് നമ്മൾ ശീലിക്കണം. അതിനുള്ള മാർഗം ഞാൻ പറയുന്നതാണ്. ആറാമത്തേത് തീരുമാനമെടുക്കാനുള്ള കഴിവ്. പലപ്പോഴും നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടി വരും. ആ തീരുമാനമെടുക്കുന്നത് യുക്തമല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളും തകരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ നേതാവ് എടുക്കുന്ന തീരുമാനം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുത്തില്ലെങ്കിൽ ആ പ്രവർത്തന ബന്ധാവ് തകർന്നു പോകും. അതുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് നമ്മൾ അഭ്യസിക്കണം. ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കാൻ ആവശ്യമായിട്ട് വരുമ്പോൾ ഉടനെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അല്ലാതെ വലിച്ചു നീട്ടി ഒന്നും ചെയ്യാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തീരെ വഷളാകും. വഷളായി കഴിഞ്ഞാൽ പിന്നെ അത് പരിഹരിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പല സ്ഥലങ്ങളിലും കാണുന്നതാണ്.
തീരുമാനം എടുക്കാതെ ഇങ്ങനെ ഇഴച്ചിഴച്ച് മുന്നോട്ട് പോവുകയും അതിന്റെ ഫലമായിട്ട് ആ പ്രസ്ഥാനം തന്നെ തകരുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്, ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ നശിപ്പിക്കണമെങ്കിൽ ഇന്ന ആളെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പറയണം. നമ്മുടെ ഇടവേള പോയിരുന്നാൽ എനിക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഭക്തസംഘടന ഇല്ലാതാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചില ആൾക്കാരെ അങ്ങ് പിടിച്ചേൽപ്പിച്ചാൽ അവൻ അത് പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടി തരും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരുപക്ഷെ പെട്ടെന്നുള്ള തീരുമാനമായിരിക്കണം ചിലപ്പോൾ, അതല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ നയിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള യുക്തിപൂർവമായ തീരുമാനമായിരിക്കണം. അപ്പൊ അങ്ങനെ യുക്തിപൂർവവും പെട്ടെന്നുള്ള തീരുമാനം എടുക്കുവാൻ കഴിയുന്ന ഒരു ശക്തിയും ഒരു കഴിവും നമ്മൾ അഭ്യസിക്കണം. അത് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഏഴാമത്തേത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് കൊണ്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളുടെ പ്രയോഗമായിരിക്കാം, സമീപനങ്ങളായിരിക്കാം, കേൾക്കുവാനുള്ള മനോഭാവമായിരിക്കാം. അങ്ങനെ പ്രചോദനത്തിലൂടെ ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയണം. അങ്ങനെ നമ്മുടെ എണ്ണവും കഴിവും എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ സമീപനങ്ങളും ഒക്കെ ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ചാലക ശക്തികളായിട്ട് മാറുക എന്നുള്ളത് ഈ നേതൃത്വത്തിന്റെ വലിയൊരു കഴിവായിട്ട് കാണണം. അപ്പൊ അങ്ങനെ നമ്മൾ നിരന്തരം ആളുകളെ പ്രചോദിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ട് മാറണം. അത് സൂപ്പർഫ്ലൂസ് ആവരുത്, ആത്മാർത്ഥതയുള്ളതാകണം. ഞാൻ ഓസ്ട്രേലിയയിൽ അവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ വളരെ എപ്പോഴും എന്ത് പറഞ്ഞാലും വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അച്ഛനായിരുന്നു. അപ്പൊ ചില സമയത്ത് പുള്ളി നിന്ന് കേൾക്കത്ത പോലും ഇല്ല. ഹൗ ആർ യു ഫാദർ ടുഡേ? അപ്പം പറയാം, ചില ദിവസമാണ് നമ്മൾ അറിയാതെ പറഞ്ഞു, ടുഡേ ഐ നോട്ട് വെൽ ഫാദർ. അപ്പൊ ഉടനെ പറയും, ഓ വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് പോകും. അതൊരു സൂപ്പർ ഫ്ലൂസ് ആണ്. അപ്പൊ പിന്നെ ഞങ്ങൾ അച്ഛനെ വെച്ച് കളിയാക്കാറുണ്ട്. അച്ഛൻ ഇങ്ങനെയാണ് നല്ലതിനും ചീത്തയായതിനും ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അത് നമ്മളൊരു വക്വമായ രീതിയിൽ വരുന്നത് ശരിയല്ല. നമ്മൾ ആളുകളെ പ്രചോദിപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ മലയാളികളെ കുറിച്ച് പറയാറുണ്ട്, ഞണ്ടിന്റെ സ്വഭാവം എന്ന് പറയാറ്. ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റെല്ലാ ഞണ്ടുകളും, ഒരു ഞണ്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ മറ്റു ഞണ്ടുകളെല്ലാം കൂടെ കാലിൽ പിടിച്ച് നിലത്ത് അല്ലെങ്കിൽ താഴേക്ക് കൊണ്ടുവരും എന്ന് പറയാറുണ്ട്. അത് നമ്മുടെ ഒരു മലയാളിയുടെ ഒരു സ്വഭാവമായിരിക്കും. എന്നിരുന്നാലും അത് ക്രമേണ നമ്മൾ മാറ്റി, പ്രത്യേകിച്ച് പിന്നോക്കത്തിൽ നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വളരാൻ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. കുഞ്ഞാമൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ സാമ്പത്തിക വിദഗ്ധനുണ്ടായിരുന്നു. അയാള് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അയാള് പിന്നെ ഒരിക്കലും ഞാൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അയാൾ പറഞ്ഞ ഒരു കാര്യമാണ്, എന്റെ കാഴ്ചപ്പാടനുസരിച്ച് പിന്നോക്കക്കാർ ഒരിക്കലും മുന്നോട്ട് വരികയില്ല, കാരണം പരസ്പരം അവർ വളരാൻ സമ്മതിക്കത്തില്ല. അതാണ് അതിലൊരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബോധപൂർവം എല്ലാവരെയും വളർത്താൻ ശ്രമിക്കുന്നവരാകണം. അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുകയും അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്ന ഒരു പരിശീലനം നമ്മളുണ്ടാകണം. അത് സ്വയം മറന്ന് മറ്റുള്ളവരെ വളർത്താൻ കഴിയുന്ന ഒരു വിശാല മനസ്കത വളർത്തിയെടുത്താൽ സാധ്യമാകുള്ളൂ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യമായിട്ട് ഈ നല്ല നേതാവാകുവാൻ വേണ്ടി നിരന്തര പഠനം ആവശ്യമാണ്. ഞാൻ എല്ലാം തികഞ്ഞ നേതാവാണെന്ന് ഒരിക്കലും നല്ല നേതാവ് ചിന്തിക്കാൻ പാടില്ല. നല്ല നേതാവ് ഓരോ ദിവസവും ഏതെല്ലാം രീതിയിൽ പഠിക്കാൻ പറ്റുമോ അതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ വ്യക്തവും ശക്തവും യുക്തവുമായ രീതിയിൽ പഠിച്ചെടുക്കാൻ പരിശ്രമിക്കണം. ഇപ്പം AI-യുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ താല്പര്യത്തോടുകൂടി പഠിക്കുകയും ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, അങ്ങനെ എല്ലാ രീതിയിലും പഠനം, എല്ലാ മേഖലകളിലും പഠനം ആവശ്യമാണ്. നമുക്ക് സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം, വിജ്ഞാനം നേടാൻ പറ്റുന്ന ആഴമായ ചിന്തകൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന വായനാശീലം, പുസ്തകങ്ങളുമായിട്ടുള്ള പരിചയം, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് തുടർ പഠനത്തിലുള്ള തയ്യാറെടുപ്പ്. അത് ഇപ്പൊ ചില ആളുകളുടെ പത്രം പോലും വായിക്കില്ല. ഇപ്പൊ പത്രം 8 മണി കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് പേപ്പർ ആയിട്ട് മാറും. പണ്ടൊക്കെ പത്രം എല്ലാ വീടുകളിലും വരുമായിരുന്നു. പത്രം വായിക്കുന്ന ശീലം കുട്ടികൾക്ക് മുതലേ ഉണ്ടാകുമായിരുന്നു. ഇന്ന് നമ്മൾ മൊബൈലിന്റെ സംസ്കാരത്തിലേക്ക് വന്ന ശേഷം പത്രം മാസികകളൊന്നും ആരും വായിക്കാറില്ല. ഈ ബുക്സ് ഒക്കെയാണ് വായിക്കുന്നത്. എന്നിരുന്നാലും ഈ വായനാശീലവും അതുപോലെ വായനയിലൂടെ പഠിക്കുന്ന ശീലവും ഒക്കെ നല്ലതാണ്. അത് നല്ല നേതൃത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളാണ്. 9ാമത്തേത് ആസൂത്രണം നടത്തി പ്ലാൻ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകും. ഒരു നേതൃത്വം കൈയാളുന്ന വ്യക്തി നിങ്ങൾ ആയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ 1 വർഷം നടത്താൻ പോകുന്ന കാര്യം എന്താണെന്ന് പ്ലാൻ ചെയ്യാൻ, ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ
ഹ്രസ്വകാല പ്രോജക്റ്റ് ഉണ്ടാകണം, ദീർഘകാല പ്രോജക്റ്റ് ഉണ്ടാകണം. ലോങ് ടേം പ്ലാൻ ആൻഡ് ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയും. അപ്പൊ നമ്മള് ഒരു പ്രസ്ഥാനത്തിന് 3 വർഷമാണ് നമ്മുടെ നേതൃത്വം എന്ന് വിചാരിക്കും. അപ്പൊ ആ 3 വർഷത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദീർഘകാല പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കും. അതുകൂടാതെ ഈ 3 വർഷത്തിലേക്ക് നടക്കാൻ പോകുന്നതിന് ചില ഷോർട്ട് ടേം പ്രോജക്ട്സ് ഉണ്ടാകണം. അപ്പം 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്, വീണ്ടും 1 വർഷം കഴിഞ്ഞ് ചെയ്യാനുള്ളത്, 2-ാം വർഷം ചെയ്യാനുള്ളത്, 3-ാം വർഷം, അങ്ങനെ ഒരു ക്രമാനുഗതമായ ഒരു പ്ലാനിങ് ആസൂത്രണം ആവശ്യമാണ്. അങ്ങനെ ആസൂത്രണം ചെയ്ത ആളുകളെ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഒരു 5 വർഷം കഴിഞ്ഞാൽ 10 വർഷം കഴിയുമ്പോൾ നമ്മൾ എവിടെ ആയിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടാവും. അതാണ് ക്രാന്തദർശിത്വം എന്ന് പറയും. ഒരു ക്രാന്തദർശിത്വത്തോടു കൂടിയുള്ള ഒരു പ്ലാനിങ് നമുക്ക് അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നേതൃത്വത്തിന് വളർച്ചയിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നെത്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ 9 കാര്യങ്ങളുമാണ് അതിന്റെ നിങ്ങൾ നിരന്തരം അഭ്യസിക്കാനായിട്ട് എനിക്ക് മുന്നിൽ വയ്ക്കാനുള്ളത്. ഈ 9 കാര്യങ്ങളും അഭ്യസിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഈ മേഖലകളിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു നിങ്ങൾ അസസ് ചെയ്യാം. ഇപ്പം 9 മേഖലകൾ ഞാൻ പറഞ്ഞു. ഈ 9 മേഖലകളിലും ഒന്നാമത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ആത്മനിയന്ത്രണമാണ്. അപ്പൊ എനിക്ക് എന്നെ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എത്ര ശതമാനം കൺട്രോൾ ചെയ്യാൻ പറ്റും, ഞാനൊന്ന് എന്നെ തന്നെ വിലയിരുത്തുക. ഒരു 10 മാർക്കിന് എത്ര മാർക്ക് എൻ്റെ ആത്മനിയന്ത്രണത്തിന് കൊടുക്കാൻ പറ്റും? ഞാൻ 50% എൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണ്. ഫൈൻ, ഐ ഹാവ് എ പാസ് മാർക്ക്. അപ്പൊ ഇനി 50% വീണ്ടും പുരോഗമിക്കാനുണ്ട്. അപ്പൊ എങ്ങനെ ഞാൻ പുരോഗമിക്കും എന്നുള്ള ഒരു പദ്ധതി ആസൂത്രണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നേതൃത്വം വളരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ തന്നെ നേതാവായിട്ട് വളർത്തിയെടുക്കുകയാണ്. അതാണ് എൻ്റെ പരിശ്രമം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാൻ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ആത്മനിയന്ത്രണ മേഖല എനിക്ക് എവിടെ നിൽക്കുന്നു എന്ന് കണ്ടെത്തുക. എന്നിട്ട് അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി ഞാൻ എന്തായി മാറുമെന്ന് കുറിച്ച് പ്ലാൻ ചെയ്യാം. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സ്വഭാവ രൂപീകരണം. എൻ്റെ സ്വഭാവം, എൻ്റെ വാക്കുകളുടെ പ്രയോഗം, എൻ്റെ പെരുമാറ്റത്തിന്റെ രീതി, അതൊക്കെ ആർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ തന്നെ കുടുംബങ്ങൾ വിലയിരുത്തുക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സ്വഭാവം എത്രമാത്രം എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടുന്നുണ്ട്, മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുട്ടികളുടെ സ്വഭാവം സഹോദരങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്തുമാത്രം ഞാൻ ഒരു റിഫൈൻഡ് പേഴ്സണാലിറ്റിയാണ്, അതോ ഞാൻ റഫ് പേഴ്സണാലിറ്റിയാണ്, ഞാനൊരു പരിവരുത്ത സ്വഭാവത്താൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ നേതൃത്വം പരാജയപ്പെടും. മറിച്ച് സോഫ്റ്റ് ആയിട്ട് വളരെ ശാന്തവും ശാദ്വലതയും നിറഞ്ഞ മനോഭാവത്തോടുകൂടി പെരുമാറുന്ന നേതാവായിരിക്കും. അപ്പം എൻ്റെ ഈ പറയുന്ന സ്വഭാവത്തിന് ഞാൻ എന്തുമാത്രം സർട്ടിഫിക്കറ്റ് കൊടുക്കും? 5 മാർക്ക് കൊടുക്കൂ, 6 മാർക്ക് കൊടുക്കൂ, അത് 2 മാർക്കേ കൊടുക്കാനുള്ളൂ? ഒന്ന് വിലയിരുത്തുക. വിലയിരുത്തിയിട്ട് അതിലേക്ക് വളരുക. അതാണ് വളർച്ചയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രക്രിയ എന്ന് ഞാൻ പറഞ്ഞത്. മൂന്നാമത് സേവന താല്പര്യം. എന്തുമാത്രം താല്പര്യത്തോടെ ഞാൻ ആളുകളെ സേവിക്കുന്നുണ്ട്, അതിന് ഞാൻ എത്ര മാർക്ക് കൊടുക്കും? എനിക്ക് 100% കൊടുക്കും. ചില ആൾക്ക് 100% കൊടുക്കാം. ഒരു ആൾക്കാരെ പൂർണ്ണമായിട്ട് സേവിക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട്. ഇപ്പൊ ചില നേതാക്കൾ അങ്ങനെയാണ്. ഞാൻ ഒരു ഇടവകയിലെ വികാരിയായിരിക്കും, അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അയാൾ കല്യാണം കഴിച്ചില്ല. അയാൾ പൂർണ്ണ സമയം സേവന തൽപരതയാണ്. ആളുകൾ എന്ത് വന്നാലും സ്വന്തം നോക്കാതെ, സ്വന്തം പൈസ സൂക്ഷിച്ചു വെക്കാതെ ഉള്ളതും സമ്പാദ്യം എല്ലാ ആളുകൾക്കും. അപ്പം അത്രയും പ്രിയപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം ദീർഘകാലം അവിടെ ജീവിക്കുകയും ചെയ്തു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മദ്യത്തിനൊക്കെ അടിപ്പെട്ട് പിന്നെ പ്രശ്നങ്ങളായി. പക്ഷെ എന്നിരുന്നാലും സേവന തൽപരത അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ശൈലിയായിട്ട് മാറുകയും എല്ലാവർക്കും ആ സേവനം ലഭ്യമാകുന്ന ഒരു അവസ്ഥ എത്തുകയും ചെയ്തു. എനിക്ക് എന്തുമാത്രം അതിനുള്ള കഴിവുണ്ട്, ഞാൻ ആളുകളുടെ എന്തുമാത്രം സേവന തൽപരതയോട് മുന്നോട്ട് പോകും, അതിന് ഞാൻ എത്ര മാർക്ക് കൊടുക്കാം? 10-ന് ഞാൻ 6 മാർക്ക് കൊടുക്കുന്നുണ്ടോ? 5 മാർക്കിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊക്കെ നല്ല നേതാക്കളാണ്. പിന്നെ വളർത്തിയെടുത്താൽ മതി. 5-ന് താഴെയാണെങ്കിൽ നമ്മൾ വീണ്ടും പരിശ്രമിച്ച് അതിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 4-മത്തേത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഞാൻ ആശയവിനിമയം ചെയ്യുന്നതിൽ എന്തുമാത്രം വിദഗ്ധനാണ്, ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകൂ, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക മറ്റുള്ളവരോട്. എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ എന്താണ് കുഴപ്പം, ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ വാക്കുകൾ മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നുണ്ടോ, ഒച്ച ശരിയാവുന്നുണ്ടോ, അത് ശരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരു ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണം. അടുത്ത് വികാരങ്ങളെ ഞാൻ അല്പം കൂടെ കുറച്ച് പറയും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. അത് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മോശമായ രീതിയിൽ തർക്കുത്തരം പറഞ്ഞ് അങ്ങനെ വികാര അധിഷ്ഠിതമായി അല്ലെങ്കിൽ വികാരത്തിന് അടിപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നേതൃത്വ ശൈലി പരാജയപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അതിന് എന്തുമാത്രം കൊടുക്കും, എന്താണ് എന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്ക് എത്രമാത്രം ഉണ്ട്? 6-മത്തെ തീരുമാനമെടുക്കാനുള്ള കഴിവ്. തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയും, എന്തുമാത്രം കഴിയും? പെട്ടെന്ന് തീരുമാനമെടുത്ത് കാര്യങ്ങൾ ഉടനെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ?
അതോ തീരുമാനങ്ങൾ ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകാറുണ്ട്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് എനിക്ക് എങ്ങനെ മെച്ചപ്പെടാൻ കഴിയുമെന്ന് ഞാൻ പ്ലാൻ ചെയ്യാം. ഏഴാമത്തേത് ശക്തീകരണം, അതായത് ആളുകളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി എനിക്ക് കഴിയും. അതെങ്ങനെ എനിക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയും? അത് സ്നേഹത്തോടുകൂടി സംസാരിച്ച് അവൈലബിൾ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതൊക്കെ വളരും. അപ്പൊ അങ്ങനെ ആളുകളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് നിരന്തരം പഠനം, തുടർ പഠനത്തിൽ ഞാൻ താല്പര്യമുള്ള ആളാണ്. അതാ ഞാൻ എൻ്റെ സമയം മുഴുവനും ചുമ്മാ ടിവിയും കണ്ട് സീരിയലും കണ്ട് സമയം വേസ്റ്റ് ആക്കിയാണ്. അങ്ങനെ സമയം വേസ്റ്റ് ആക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും നേതാവാകാൻ പറ്റത്തില്ല. എൻ്റെ സമയം ഞാൻ യൂസ്ഫുൾ ആയിട്ട് ചെലവഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നേതാവാകാം, പക്ഷെ ഇഫക്റ്റീവായ നേതാവാകുകയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തുമാത്രം താല്പര്യത്തോടു കൂടിയാണ് തുടർ പഠനങ്ങൾക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നത്. അവസാനമായിട്ട് പ്ലാനിങ് കഴിവെനിക്കുണ്ട്. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനും ആൾക്കാരെ ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള താല്പര്യവും കഴിവെനിക്കുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് എന്തുമാത്രം എനിക്ക് മാർക്ക് കൊടുക്കും. അപ്പൊ ഒരു 50% മാർക്ക്, ഇപ്പം ഈ ഞാൻ പറഞ്ഞ 9 പോയിന്റുകളിലും ഒരു 50% നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ആർ ഓൾറെഡി പാസ്ഡ് ദ ടെസ്റ്റ്. 5 മാർക്കിന് താഴെയാണെങ്കിൽ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുണ്ട്. 5 മാർക്കിന് മുകളിലായി 10 മാർക്ക് വരെ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് എങ്ങനെ എനിക്ക് 10 മാർക്ക് ഞാൻ തന്നെ കൊടുക്കണം. എനിക്ക് എന്നെ തന്നെ അഭിമാനത്തോടെ പറയാൻ കഴിയും ഞാൻ ഇത്രമാത്രം വളർന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പരിശീലന ഘട്ടം നമ്മൾ തീരുകയാണ്. ഇനി ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നല്ല നേതാക്കന്മാരായിട്ട് നമ്മുടെ സമുദായത്തിൽ വളരാൻ കഴിയണം. അതിനുവേണ്ടി ഈ വരുന്ന 6 മാസത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകും, വരുന്ന 1 വർഷം കൊണ്ട് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകും. ഈ രീതിയിലൊരു പ്ലാനിങ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെ കുറിച്ച് ഉണ്ടാകണം. അങ്ങനെ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം ഇവാലുവേഷൻ നടത്തണം. ഓരോ മാസവും കഴിയുമ്പോൾ കഴിഞ്ഞ 1 മാസം ഞാൻ ഈ മേഖലകളിൽ എന്തുമാത്രം വളർന്നു, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർന്നു, എൻ്റെ ക്ഷമാശീലം വളർന്നു, എനിക്ക് വികാരപരമായ നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അങ്ങനെ 9 മേഖലകളിലും എന്തുമാത്രം വളർന്നു എന്ന് ഒന്ന് വിലയിരുത്തി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എനിക്ക് തുടർച്ചയായിട്ട് ഉയരാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വളർച്ച എന്ന് പറയുന്നത് എന്നിൽ നിക്ഷിപ്തമാണ്. ആരും എന്നെ വളർത്തുകയില്ല, ഞാൻ വളരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ മരങ്ങൾ വളർന്നു വരുന്നു, എല്ലാ മൃഗങ്ങളും വളരുന്നു, ജനിച്ചു കഴിഞ്ഞാൽ വളർച്ചയുണ്ടാകും. പക്ഷേ ബോധപൂർവമായ വളർച്ചയാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമ്മള് ഈ മൃഗങ്ങള് അവര് ബോധമൊന്നുമില്ല, പക്ഷെ അത് ആഹാരം കഴിച്ച് അങ്ങനെ വളരുന്നു. ഞങ്ങളിവിടെ സെമിനാറിൽ ആടുണ്ട്, പലപ്പോഴും ഞാൻ നോക്കി നിൽക്കാറുണ്ട്. അതിങ്ങനെ ഇരയെ പിടിച്ച് അതിങ്ങനെ വളരെ സന്തോഷത്തോടെ കഴിയുന്നു, ഒരു ആകൃതി ടെൻഷൻ ഇല്ലാതെ സമയാസമയങ്ങളിൽ ആഹാരം കഴിച്ച് മുന്നോട്ട് പോകുന്നു, അത് വളരുന്നു. അങ്ങനെ വളർന്ന പോരാ നമ്മുടെ ലക്ഷ്യത്തോടു കൂടി വളരണം, തീരുമാനത്തോടു കൂടിയാണ്. അപ്പൊ നമ്മുടെ സെൽഫ് റിയലൈസേഷനിലേക്ക് വളരണം, നമ്മുടെ വ്യക്തിത്വ വികാസം പ്രാപിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വളരണം, ആളത്വത്തിലേക്ക് വളരണം, അങ്ങനെ ദൈവീകതയിലേക്ക് വളരുക. അതാണ് യേശു പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുക. ഇതാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ നേതൃത്വത്തിലേക്കുള്ള വളർച്ചയാണ്. അതിന് വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾ അഭ്യസിക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രം ഞാൻ എടുത്തു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വികാരങ്ങളിലുള്ള സ്ഥിരതയാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് വികാരപരമായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വികാരപരമായ സ്ഥിരത ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വികാരങ്ങളെ കുറിച്ച് അവെയറാകുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് സന്തോഷവും സമാധാനം, അത് നല്ല പോസിറ്റീവായ ഒരു വികാരമാണ്, അതെനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന സന്തോഷം. കോപം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് അസ്വസ്ഥതയാണ്. അതല്ലെങ്കിൽ ഭയം, ഉത്കണ്ഠ കൊണ്ട് ഭയം വരും. ഉത്കണ്ഠ എന്ന് വെച്ചാൽ നാളെ എന്ത് വരും, പൈസ സമ്പാദിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ചില ഉത്കണ്ഠകൾ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മളെ ഉത്കണ്ഠാകുലത, അത് ഭയത്തിലേക്ക് നയിക്കും. അതല്ലെങ്കിൽ നിരാശ, നമ്മളെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടിയില്ല, അത് നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കും. ദുഃഖം എന്ന് പറഞ്ഞാൽ മറ്റൊരു വികാരമാണ്. ഇനി കുറ്റബോധത്തിലേക്ക് നയിക്കുന്നത് പലപ്പോഴും ലജ്ജാപരമായ പ്രവർത്തനങ്ങളായിരിക്കാം. നമ്മുടെ വാക്ക്, നമ്മുടെ ചെയ്തികൾ, അതൊക്കെ ഒരു പക്ഷേ കുറ്റബോധം നമ്മിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ട് മാറും. പിന്നെ അപ്പൊ ഇതില് കോപം, ഭയം, ദുഃഖം എന്നൊക്കെ ഉള്ളത് നെഗറ്റീവ് വികാരങ്ങളും സന്തോഷം, സമാധാനം എന്നൊക്കെ ഉള്ളത് പോസിറ്റീവ് വികാരങ്ങളുമാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് വികാരങ്ങളെ പോസിറ്റീവാക്കി മാറ്റുക എന്ന് പറയുന്നത് അത് അടിച്ചമർത്തിക്കൊണ്ടല്ല, അതിനെ ബോധപൂർവം ശരിയായ ദിശാബോധം നൽകി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ സഹായിക്കുന്ന രീതിയിൽ ചില ടിപ്പുകളാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നെഞ്ചിന്റെ ഭാഗത്താണ് നമുക്ക് ഭാരം പോലെ തോന്നുകയാണെങ്കിൽ ഉത്കണ്ഠ ആയിരിക്കാം എന്നുള്ളതാണ്.
ഉത്കണ്ഠ. അപ്പൊ നെഞ്ചിലാണ് നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നതെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് പറയുന്നത് നമുക്ക് ഉത്കണ്ഠ കൊണ്ടാണ്. ഉത്കണ്ഠ വെച്ചാല് സംഭവിക്കുമോ, ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കും, അങ്ങനെയുള്ള ഒരു ആകുലതയിൽ നിന്ന് വരുന്നതാണ്. മറിച്ച് നെഞ്ചിലാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത് എങ്കിൽ കോപം വരുമ്പോഴെപ്പോഴും പല്ലുകടി ഉണ്ടാകുന്നതാണ്. പല്ലിന് അസ്വസ്ഥത ഉണ്ടാകും. പല്ലുകടിക്കുന്നത് കോപമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ഷീണ ഉത്സാഹമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്ന ദുഃഖം ഉണ്ടാകുമ്പോഴാണ്. ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വല്ലാത്ത വേദന അനുഭവിച്ച് മാനസികമായ വേദന അനുഭവിക്കുമ്പോഴൊക്കെ ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടും. നമുക്കൊന്നും ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടാകാത്ത ഒരവസ്ഥ ഉണ്ടാകും. പിന്നെ ഭയവും സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് ഈ അശാന്തി, അസ്വസ്ഥത, ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകും. ഇങ്ങനെ ശരീരത്തിന്റെ പല മേഖലകളിലും ഈ വികാരപരമായ സമ്മർദ്ദങ്ങൾ നമ്മെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് നല്ല നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ വികാര സ്ഥിരത ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതാണ് ഈ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഒരു നല്ല നേതാവിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ മെച്യൂരിറ്റിയാണ്, വികാര സ്ഥിരത. വികാരങ്ങൾ ഇങ്ങനെ ചുമ്മാ മാറി മാറി മാറി, വികാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അർത്ഥം. എന്നിരുന്നാലും വികാരങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിരത നേതൃത്വത്തിന് അനിവാര്യമാണ്. പല പ്രസ്ഥാനങ്ങളും തകരുന്നതിന്റെ കാരണം ഈ വികാരപരമായ നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. ചില വാക്കുകൾ, ചില സംസാരങ്ങൾ, ചില എടുത്തുചാട്ടങ്ങൾ, അതൊക്കെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ തകരുന്നത്. അപ്പം എല്ലാ പ്രസ്ഥാനങ്ങളും നേതൃത്വത്തിന്റെ മേന്മയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വികാരപരമായ ഒരു സ്ഥിരത നമുക്ക് കൈവരിക്കാൻ കഴിയണം. അപ്പൊ ആ വികാരപരമായ സ്ഥിരത കൈവരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ചില ടിപ്പുകളൊക്കെ പറയാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വികാരങ്ങൾ തീവ്രമാക്കുവാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ഈ ടെൻഷൻ കൂടും, അല്ലെങ്കിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം കൂടും, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടും, ചിലപ്പോൾ ഒച്ച കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ വികാരങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ട് പറയും. അതുകൊണ്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അവെയറാകുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഞാൻ വികാരം കൊണ്ടുവന്ന വ്യക്തിയായിട്ട് മാറുന്നത്? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എനിക്കിന്നുണ്ടായ വികാരങ്ങൾ എന്തൊക്കെയാണ്? കോപവികാരം ഉണ്ടായോ? ദുഃഖവികാരം ഉണ്ടായോ? സമാധാനത്തിന്റെ വികാരം ഉണ്ടായോ? അല്ലെങ്കിൽ ലജ്ജയുടേതുണ്ടായോ? ഇങ്ങനെ നമുക്കുണ്ടായ വികാരങ്ങളൊന്ന് വിലയിരുത്തുക. എന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിന് ഒന്ന് ചിന്തിക്കുക, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ വികാരം ഉണ്ടായത്? ഞാനിന്ന് ഒരാളോട് ദേഷ്യപ്പെടേണ്ടി വന്നു, അതുകൊണ്ടാണ് എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതിന് കാരണമായിട്ട്. അപ്പൊ അതിന് കാരണം എന്താണ്? അതിനെക്കുറിച്ച് അവെയറായിട്ട് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളെ എനിക്ക് ബോധപൂർവം അതിനെ അതിജീവിക്കാൻ കഴിയണം. അല്ലാതെ അത് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. വികാരങ്ങളെ നമ്മൾ ബോധപൂർവം നിയന്ത്രിച്ച് അതിനെ ശരിയായ ദിശയിലേക്ക് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നല്ല നേതാക്കന്മാരായിട്ട് മാറും. വികാരപരമായ പ്രശ്നങ്ങളാണ് പല നേതൃത്വ പ്രസ്ഥാനങ്ങളെയും നശിപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ മൂല്യബോധം. അപ്പൊ നമ്മൾ ഇതിനനുബന്ധിച്ചുള്ള മൂല്യബോധം. അപ്പൊ ഭയം വരികയാണ്. അപ്പൊ എനിക്ക് വേണ്ടത് കൂടുതൽ ആശ്രയത്വ ബോധമാണ്. ആശ്രയത്വം ഉണ്ടാകേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. അപ്പൊ വിശ്വാസത്തിന്റെ കുറവാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച എനിക്ക് എല്ലാ ഭയങ്ങളിൽ നിന്നും മോചനം കിട്ടുമെന്നുള്ള സ്ഥിരമായ വിശ്വാസം. അപ്പൊ വിശ്വാസം ആർജിച്ചെടുക്കുക. അപ്പൊ ഈ വിശ്വാസം ആർജിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതികൾ അവിടെ. അപ്പൊ എനിക്ക് ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് എനിക്കുണ്ടായ വികാരങ്ങൾ എന്തൊക്കെയാണ്? ആ വികാരങ്ങൾ എന്തുകൊണ്ടുണ്ടായി? എങ്ങനെയാണ് ഞാൻ വികാരങ്ങളോട് പ്രതികരിച്ചത്? ഓരോ ദിവസവും ഇങ്ങനെ അവെയർ ആകുമ്പോൾ നമുക്ക് വികാരങ്ങളെ നമ്മളെ കൺട്രോൾ വരും. അല്ലെങ്കിൽ വികാരങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുകയും നമുക്ക് ബോധം നഷ്ടപ്പെടുകയും നാം എന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയാതെ വരികയും ചെയ്യുമ്പോൾ നമ്മൾ നേതൃത്വത്തിന് പിന്തള്ളപ്പെടും. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ വികാരപരമായ കാര്യങ്ങളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, നല്ല കഴിവുള്ള നേതാവായിരുന്നു, പക്ഷെ വികാരപരമായ പ്രതികരണത്തിലുണ്ടായ പരാജയം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അത് മുതലെടുക്കാൻ വേണ്ടി ആളുകൾ ചുറ്റുപാടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു നേതാവാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സമുദായത്തിൽപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ബോധപൂർവം തകർക്കാൻ വേണ്ടിയുള്ള കച്ചകെട്ടി ഇറക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ചുറ്റുപാടും. അപ്പൊ നമുക്ക് വികാരപരമായ സന്തുലിതാവസ്ഥ ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും, പിന്നെ നമുക്ക് എണീറ്റ് വരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വികാരപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വികാര സ്ഥിരത നമുക്ക് അനിവാര്യമാണ്. അത് നമ്മൾ നേടിയെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട്. അത് നമ്മൾ അറിയണം, എന്റെ വികാരങ്ങൾ എന്തൊക്കെയാണ്, എനിക്കുണ്ടാകുന്ന വൈകാരികമായ മാറ്റങ്ങൾ എന്താണ്, എപ്പോഴൊക്കെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് എനിക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് ഒന്ന് അവെയറായ മാത്രം തന്നെ നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. എനിക്കുള്ള പ്രധാനപ്പെട്ട വികാരങ്ങൾ ഇതൊക്കെയാണ്, ഇന്ന സാഹചര്യങ്ങളാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ ആ സാഹചര്യങ്ങൾ എങ്ങനെ എനിക്ക് ബോധപൂർവം പക്വമായിട്ട് നേരിടണമെന്ന് ഞാൻ പഠിക്കും. അങ്ങനെ സ്വയം ബോധപൂർവമായ വികാരങ്ങളെ നിയന്ത്രിക്കുക. അപ്പൊ അതിനെ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ വികാരങ്ങളെ അംഗീകരിക്കുന്നു. ഓക്കെ, ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണ്.
ആ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ക്രമേണ എങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുക. അത് എങ്ങനെ പ്രതിരോധിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ സംസാരത്തിലൂടെയാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടായ വാക്കുകളിലുണ്ടായ കുഴപ്പം അത് ആളുകളുമായിട്ടൊന്ന് പറഞ്ഞിരുമ്പേ ഒരു നിർബന്ധ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അംഗീകരിച്ച് ക്ഷമയോടുകൂടി മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മഹാന്മാരായിട്ട് മാറുന്നത്, നല്ല നേതാക്കളായിട്ട് മാറുന്നത്. അല്ലാതെ തെറ്റുകൾ ന്യായീകരിച്ച് അതിൽ കിടന്ന് ഉരുളുമ്പോൾ ഒരിക്കലും നമുക്ക് നല്ല നേതാവാകാൻ കഴിയില്ല. അപ്പൊ അത് ആ രീതിയിൽ നമ്മുടെ വികാര സ്ഥിരത നേടിയെടുക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നേതാവാകാൻ കഴിയുന്നത്. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവരെ നേതൃത്വത്തിൽ നിലനിർത്താൻ പറ്റുന്ന ആളായിട്ട് മാറുന്നത്. ബന്ധങ്ങളിൽ വിശ്വാസ്യത വളർത്താൻ കഴിയുന്നു. ബന്ധങ്ങളിൽ വിശ്വാസ്യത ഉള്ളവരാകണമെങ്കിൽ വൈകാരികമായ സ്ഥിരത നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ സമ്മർദ്ദം ഇല്ലാതെ നമുക്ക് മുന്നോട്ടാണ്. ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ വരുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ നമ്മുടെ വ്യാസ മഹർഷി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, എല്ലാ വ്യാധികളും ഉണ്ടാകുന്നത് ആദ്യം മൂക്കുമ്പോഴാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ ടെൻഷൻ മൂക്കുമ്പോൾ വ്യാധി, അസുഖം, രോഗം ഉണ്ടാകും. അപ്പൊ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെല്ലാം അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ ആദ്യ ടെൻഷൻ. അപ്പൊ ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വികാരങ്ങളെ മനസ്സിലാക്കി അതിനെ ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മളെ തന്നെ അഭ്യസിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് പക്വതയുള്ള ഒരു നേതാവായിട്ട് മാറാൻ കഴിയും. അങ്ങനെ ഒരു പക്വതയുള്ള നേതാവാകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഈഗോ കുറയും. ഞാൻ എന്നുള്ള ചിന്ത മാറുകയും അപരോന്മുഖമായിട്ട് ജീവിതം മാറുകയും സംഘർഷം ഇല്ലാതാകുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വികാര സ്ഥിരതയുള്ള നേതാവ് അധികാരം പ്രയോഗിക്കുന്നില്ല, അവൻ ജീവിതം സേവനമാക്കി മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ ജീവിതം സേവനമാക്കി മാറ്റുന്ന ഒരു നേതാവിനെയാണ് സമൂഹം അംഗീകരിക്കുന്നത്, പ്രസ്ഥാനം അംഗീകരിക്കുന്നത്, കുടുംബങ്ങൾ അംഗീകരിക്കുന്നത്, ഏതൊരു സാഹചര്യത്തിലും നിലനിൽക്കുന്നത്. സ്വാർത്ഥപരമായ ലാഭത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോകുന്ന നേതാക്കന്മാരാരും അംഗീകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നേതൃത്വ ശൈലിയിലേക്ക് നമ്മൾ വളരുക. അങ്ങനെ വളരുമ്പോൾ നല്ല നേതാക്കളായിട്ട് നമുക്ക് മാറാൻ കഴിയും. അതുകൊണ്ട് ഓർക്കേണ്ടത്, നേതാവായി മാറുന്നത് നേതൃത്വം അഭ്യസിച്ചുകൊണ്ടാണ്, നേതൃത്വം പരിശീലിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പരിശീലനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഞാൻ നല്ലൊരു നേതാവായിട്ട് മാറുമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മെ ആരും പിടിച്ചുയർത്തിയ നേതാക്കന്മാരാക്കത്തില്ല. നാം സ്വയബോധത്തോടുകൂടി നേതൃത്വത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം. അതിനാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഒരു പ്രയത്നം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള നേതൃത്വ ശൈലികൾ നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നല്ല നേതൃത്വത്തെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി വാർത്തെടുക്കാൻ കഴിയും. അപ്പൊ അതിന് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളത്തെ അസൈൻമെന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും എങ്ങനെ നല്ല നേതാക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നല്ല നേതാക്കളെ എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഒരു ക്ലാസ്സോ ഒരു പ്രഭാഷണം തയ്യാറാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രഭാഷണം നടത്തി പരിചയം സിദ്ധിച്ചവരൊക്കെ ഒരു ക്ലാസ് രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാതെ പ്രസംഗം ഇനി മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവർ പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുക. അപ്പൊ എങ്ങനെ എൻ്റെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല നേതൃത്വം വളർത്തിയെടുക്കാൻ കഴിയും, നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ നേതൃത്വ ശൈലി വളർത്തിയെടുക്കാൻ കഴിയും. അതിൽ 9 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ കാര്യങ്ങളെ നമ്മൾ ബോധപൂർവം അഭ്യസിക്കുകയാണെങ്കിൽ, അതിന് ഓരോന്നിനും 100 മാർക്കിലേക്ക് വരാൻ പറ്റുന്ന നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല നേതാക്കന്മാരാകും. അതെങ്ങനെ സാധിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്ത് ഒരു ക്ലാസ്സോ ഒരു പ്രഭാഷണമോ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ അസൈൻമെന്റ് പൂർത്തിയാക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ അച്ഛൻ്റെ അടുത്ത്? ഹലോ അച്ഛാ. ചോദിക്കൂ, പറയൂ. ഒന്നാമത്തെ പോയിന്റ്, ആത്മനിയന്ത്രണത്തെ കുറിച്ച് സുഭാഷിതങ്ങളിൽ പറയുന്ന ഒരു വാക്യവശം പറഞ്ഞായിരുന്നല്ലോ. അതെ, അത് ഏത് വാക്യമാണ്? 16:32. ഓക്കെ, താങ്ക് യു. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. അച്ഛന് ഈ 9 കാര്യങ്ങൾ പറഞ്ഞു നേതാവിനുണ്ടായിരിക്കേണ്ട. അതെല്ലാം വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വളരുന്നതാണ് തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രമിച്ചാലും വരണമെന്നില്ലാത്തതും എന്നാൽ നമുക്ക് അത്യന്താപേക്ഷിതവുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, വിഷൻ എന്നുള്ളത്. ദർശനം ഇല്ലാത്തതാണ് നമ്മുടെ പല സംഘടനകൾക്കും അല്ലെങ്കിൽ ഭരണങ്ങൾക്കും എല്ലാം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അപകടം. ദർശനമില്ലാത്ത നേതാക്കന്മാരുണ്ടാകും.
അപ്പൊ ഈ ദർശനം എന്ന് പറയുന്നത് ഇൻബോൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു നേതാവിന് ഏറ്റവും വേണ്ട ഒരു ഗുണമാണ് ദർശനം എന്നുള്ളത്. ഒരു വിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് അച്ഛനൊന്നും പറഞ്ഞില്ല. അതാണ് എൻ്റെ ഒരു സംശയം. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നേതൃത്വം എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു, നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ നേതൃത്വം. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ക്രൈസ്തവരം നേരെ നമുക്ക് നല്ലൊരു ലക്ഷ്യമുണ്ട്. ക്രൈസ്തവരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം എന്താണ്? ബൈബിളില് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തില് യേശു വ്യക്തമായിട്ട് തന്റെ ലക്ഷ്യം പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമാകുവാനും. ഇതാണ് ജീവന്റെ സമൃദ്ധി. കാരണം നമ്മള് ക്രൈസ്തവ ഭാഷയിൽ നിത്യജീവൻ എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫലവത്തായ ജീവിതം എന്ന് പറയാം. പലരെയും നമുക്ക് ആ സമർത്ഥമായ ജീവനെ വ്യാഖ്യാനിക്കും. അപ്പൊ എന്നിരുന്നാൽ ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഞാൻ വന്നത് അതാണെന്ന് യേശു വ്യക്തമാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ലക്ഷ്യം അതാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുകൊണ്ടാണ് അതിലേക്ക് വരാത്തത്. ഞാനിപ്പോ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചത് നമ്മൾ അഭ്യസിക്കേണ്ട കാര്യങ്ങളാണ്. ലക്ഷ്യം ഓൾറെഡി ഇംപ്ലിന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ലക്ഷ്യം നമ്മളില്ലെങ്കിൽ പിന്നെ ഒന്നും നടത്തിയ കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിന്റെ നിർവചനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ലക്ഷ്യത്തിലേക്ക് ഒരു സമൂഹം നേതാവ് സമൂഹത്തെയും സമൂഹ നേതാവിനെയും നിരന്തരം നയിക്കുന്ന പ്രക്രിയയാണ് നേതൃത്വം എന്ന് പറയുന്നത്. അതാണ് നേതൃത്വ നിർവചനം. ഞാൻ പറയുന്ന നേതൃത്വമല്ല, ഇത് എൻസൈക്ലോപീഡിയയിൽ പറയുന്ന നിർവചനമാണ്. ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരു നേതാവ് സമൂഹത്തെയും സമൂഹ നേതാവിനെയും നിരന്തരം സ്വാധീനിക്കുന്ന പ്രക്രിയയാണ് നേതൃത്വം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്റർനാഷണൽ അംഗീകരിച്ചിരിക്കുന്ന നിർവചനമാണ്. അപ്പൊ അവിടെ വ്യക്തമായിട്ട് വേണ്ട ലക്ഷ്യം, ആ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് യേശുവിന്റെ ലക്ഷ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ പരസ്പരം സ്വാധീനിച്ച് അതിലേക്ക് പോവുകയാണ്. അപ്പൊ നേതാവ് വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ സമൂഹം അതിലേക്ക് കൊണ്ടുവരും, സമൂഹം വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ നേതാവ് അതിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പരസ്പരം സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകും. ഇനി ആ പ്രക്രിയ നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഒരു 9 പോയിന്റ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് അഭ്യസിച്ചെടുക്കാൻ വേണ്ടി ഉള്ളതാണ്. സാറ് പറഞ്ഞതുപോലെ തീർച്ചയായും ലക്ഷ്യബോധം നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചുള്ള ഓൾറെഡി ക്രൈസ്തവർ നില ലക്ഷ്യബോധമുണ്ട്. ഒരു മനുഷ്യരെന്ന രീതിയിൽ ഓരോ മനുഷ്യർക്ക് ഇത് സ്വായത്തമാക്കേണ്ടതാണ്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതൊരു ടേക്ക് ഓഫ് ഫോർ ഗ്രാൻഡഡ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാറ്. സാർ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടാണ്. അതിപ്പോ ഒരു കാര്യം കൂടെ, അപ്പോഴേ അത് അച്ഛൻ പറഞ്ഞത് ശരി, ലക്ഷ്യബോധത്തെ കുറിച്ച് പറഞ്ഞില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷെ ഇത് ഓരോ സംഘടനയെ സംബന്ധിച്ചും നമ്മൾ പലതരത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും, അല്ലെങ്കിൽ സാമൂഹിക സംഘടനയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ. അപ്പൊ അവർക്കെല്ലാം ഒരു സംഘടനയ്ക്ക് അതിൻ്റെതായിട്ടൊരു വിഷൻ ഇല്ലേ? ആ ഒരു വിഷൻ ഇല്ലാതെ പോകുന്നതല്ലേ പലപ്പോഴും ഒരു സംഘടനയ്ക്ക്, അല്ലെങ്കിൽ വിഷൻ ഇല്ലാത്തവര് വിഷൻ നേതൃത്വ നിലയിലുണ്ട്, പക്ഷെ ഒരു വിഷനുമില്ല, സംഘടന എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോവുക എന്നുള്ള ഒരു വരുമ്പോഴത്തേക്ക് ആ സംഘടന തകർച്ചയിലേക്ക് പോകുന്നു. ആ ഒരു വിഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതെ സാറേ, അത് സാർ ശരിയാണ്. അതിപ്പോ നമ്മളിങ്ങനെ നമ്മളെല്ലാ മാനേജ്മെന്റ് എല്ലാ പ്രസ്ഥാനങ്ങളും പറയുന്നത് വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, അത് മൂന്നാണ് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ വിഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ഒരു വിഷൻ ഉണ്ടാകും. ആ വിഷൻ ക്യാരി ചെയ്യുന്ന ഒരു മിഷൻ ഉണ്ടാകും. അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ഇത് മൂന്നും തീർച്ചയായിട്ടും അനിവാര്യമാണ്. അത് ഓരോ പ്രസ്ഥാനത്തിലുണ്ടാകും. പക്ഷെ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു എന്താണ് നമ്മൾ കോൺഗ്രിഗേഷൻസ് ആരംഭിക്കുന്നു. ഓരോ കോൺഗ്രിഗേഷനും ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തമായ വിഷനോടും മിഷനോടും കൂടിയാണ് ആരംഭിക്കുന്നത്. ഇപ്പൊ മദർ തെരേസ സാധുജന സംരക്ഷണ നിലയിൽ ഒരു കോൺഗ്രസ് ആരംഭിച്ചു, മിഷൻ ഓഫ് ചാരിറ്റീസ്. അത് മദർ തെരേസയുടെ ഒരു വിഷനായിരുന്നു. ആ വിഷന് താല്പര്യമുള്ളവരും അത് ചെന്നു. പക്ഷെ കാലക്രമേണ ആ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാകണോ നിർഭയന്തോ ഇല്ല ഈ പറയുന്ന ആള്, അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പല കോൺഗ്രേഷനും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഈ ഫൗണ്ടേഴ്സോ മരിച്ചു കഴിയുമ്പോൾ അതിൽ വരുന്ന ആളുകൾ ക്രമേണ അതിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെടും. അത് വാസ്തവത്തില് ആ ലക്ഷ്യബോധത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. എന്തിനു വേണ്ടിയാണ് ചേർന്നതെന്ന് കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇടവകളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിലെല്ലാം വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഏത് സംഘടന ആയിരുന്നാലും, ഏത് മൂവ്മെന്റ് ആയിരുന്നാലും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും വ്യക്തമായ വീക്ഷണമുണ്ട്. അപ്പൊ എല്ലാത്തിനും പ്രീ പ്ലാൻഡ് ആയ ഒരു വീക്ഷണമുണ്ട്. പക്ഷെ നമ്മൾ കാലാകാലങ്ങളെ നവീകരിക്കണം. ആ വിഷയം അറിഞ്ഞുകൂടാതെ ദൈവീത നേതൃത്വത്തിലേക്ക് വരാതിരിക്കണമാണ് നല്ലത്. അത് നേതാവായിട്ട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരണം. അത് വേണം, തീർച്ചയായിട്ടും വേണ്ടതാണ്. തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ആർക്കും ഡൗട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക്
രണ്ടു മൂന്ന് അനൗൺസ്മെന്റ് 26-ാം തീയതിയിലെ പ്രോഗ്രാം, അതുപോലെ തന്നെ ഇനി അസൈൻമെന്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ, ചെയ്യാത്തവര്, പിന്നെ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ നെക്സ്റ്റ് ഇതിൽ ഞാൻ പറയുന്നുണ്ട് എല്ലാം ഓക്കെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആർക്കും ഇനി സംശയങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ കരുതുന്നു. നല്ല അറിവുകളിലൂടെ പരിപൂർണതയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രിഗറി അച്ഛന് സ്നേഹത്തോടെ ഒത്തിരിയേറെ നന്ദി അറിയിക്കുന്നു. സമാപന പ്രസംഗത്തിനായിട്ട് ജെയ്സൺ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഗ്രിഗറി അച്ഛ, വെരി ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ആസ് യൂഷ്വൽ അച്ഛന്റെ വളരെ മനോഹരമായ ഒരു സെഷൻ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് 26-ാം തീയതി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനെ പറ്റിയുള്ള അനൗൺസ്മെന്റ്സ് ആണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 9:30 മണിക്ക് നമ്മളുടെ സെഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സെയിന്റ് ആന്റണീസ് സ്കൂൾ കച്ചേരിപ്പടി, അവിടെയാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 9:30 നമ്മൾ എത്തുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ യാത്രകൾ പ്ലാൻ ചെയ്യണം. അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്, വാഹനങ്ങൾ വരുന്നവർക്ക് ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ദെൻ 9:30 to 4 o'clock ആണ് സെഷന്റെ ദൈർഘ്യം. അപ്പോൾ ലഞ്ച് വരെ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ആ സെഷനിൽ വന്നിട്ട് ബേസിക്കലി നമ്മളുടെ സ്റ്റേജ് ഫ്രൈറ്റ് ഒരു സൈക്കോളജിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു സെഷൻ ആയിരിക്കും മെയിൻ ആയിട്ടുള്ളൊരു സെഷൻ ഉച്ചയ്ക്ക് മുന്നിൽ. പോസ്റ്റ് ലഞ്ച് ആണ് നമ്മളുടെ മെയിൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാവുന്നത്. അതിൽ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ അഭിവന്ദ്യ കൊച്ചുപിതാവ് ഉണ്ടായിരിക്കുന്ന വരാപ്പുഴ അതിരൂപതയുടെ കൊച്ചുപിതാവ് ആന്റണി വാലങ്കൽ പിതാവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അദ്ദേഹമായിരിക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. അപ്പം ഇതില് ഇപ്പോൾ 4 മണിയോടുകൂടി നമ്മൾക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 334 ആളുകൾ നമ്മളുടെ ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ ഈ അതായത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇപ്പോ അച്ഛന്റെ സെഷനിൽ ഒരു പ്രത്യേക കാര്യം പറഞ്ഞായിരുന്നു. അവനവനിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്, അവനവനാണ് വളരേണ്ടതെന്ന്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 334 പേരും രജിസ്റ്റർ ചെയ്തത്. അതിൽ കുറെ ആളുകൾ വന്നിട്ട് കൂടുതൽ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അവരുടെ അസൈൻമെന്റുകൾ കറക്റ്റായിട്ട് ചെയ്തു. ചില ആളുകൾക്ക് ഫിസിക്കൽ ഫാമിലി ഇഷ്യൂസ്, ദെൻ കരിയർ റിലേറ്റഡ് ഇഷ്യൂസ്, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുമുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 17 ഗ്രൂപ്പുകളിൽ 260ഓളം ആളുകൾ വന്നിട്ട് ഡിഫറെന്റ് 17 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ അസൈൻമെന്റുകളുടെ ഡിസ്കഷനും കാര്യങ്ങളും. ആനിമേറ്റേഴ്സും കോർഡിനേറ്റേഴ്സും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആനിമേറ്റേഴ്സും കോർഡിനേറ്റേഴ്സും ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അവരുടെ കഴിവിന്റെ പരമാവധി വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അവർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അപ്പം ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അപ്പൊ അത് ഏത് രീതിയിൽ കൊടുക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സംശയമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ വന്നിട്ട് ഒരു അസൈൻമെന്റും 2 അസൈൻമെന്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ വന്നിട്ട് 10 അസൈൻമെന്റുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർട്ടിഫിക്കേഷൻ നമ്മൾ ഒരു എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു അസൈൻമെന്റ് മാത്രം ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വന്നിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഞാനിപ്പോ ഈ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലാബിലുള്ള ആളുകൾക്ക് അടുത്ത സ്ലാബിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അതുകൊണ്ടാണ് അത് അറിയിക്കുന്നത്. അപ്പം ഒരു അസൈൻമെന്റ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, 2 തൊട്ട് 3 വരെ അസൈൻമെന്റുകൾ പൂർത്തിയാക്കിയിരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻഡേഷൻ, ദെൻ 4 to 5 ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി, 6 to 7 ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ്, 8 to 9 സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ആൻഡ് 10 അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഡിപ്ലോമ ഓഫ് ഡിസ്റ്റിങ്ഷൻ. ഇതാണ് നമ്മൾ
കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഡിപ്ലോമ ഓഫ് ഡിസ്റ്റിങ്ഷനിലേക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 25 പേരോളം ഡിപ്ലോമ ഓഫ് ഡിസ്റ്റിങ്ഷനിലേക്ക് കടന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോരുത്തർ അവരവരുടെ അസൈൻമെന്റുകളുടെ ഇത് നോക്കിയിട്ട് എത്രത്തോളം നമുക്ക് സമയമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു സൺഡേ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഈ ഡിപ്ലോമ ഓഫ് ഡിസ്റ്റിങ്ഷനിലേക്ക് എത്താനായിട്ടുള്ള. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കണം. അപ്പൊ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ഡിപ്ലോമ ഓഫ് ഡിസ്റ്റിങ്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം ആയിട്ട് വരുന്നത്. ഒരു അസൈൻമെന്റ് മാത്രം കംപ്ലീറ്റ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, 2 തൊട്ട് 3 അസൈൻമെന്റ് 2 to 3 അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമന്റേഷൻ, 4 to 5 അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി, 6 to 7 അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ്, 8 to 9 കംപ്ലീറ്റ് ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ്, ആൻഡ് ഓൾ 10 അസൈൻമെന്റ്സ് കംപ്ലീറ്റഡ് ഡിപ്ലോമ ഓഫ് ഡിസ്റ്റിങ്ഷൻ. അതാണ് ഡിഫറെന്റ് കാറ്റഗറിയിൽ സർട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനായിട്ടുള്ള ശ്രമം നടത്തണം. നമുക്ക് സമയമുണ്ട്. എല്ലാവരും ഈ ഡിപ്ലോമ ഓഫ് ഡിസ്റ്റിങ്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം തരുന്നത്. പ്രത്യേകിച്ച് ആനിമേറ്റേഴ്സിനും കോർഡിനേറ്റേഴ്സിനും ഇത്രയും വലിയ സന്തോഷം ഉണ്ടാവില്ല. ഗ്രിഗറി അച്ഛൻ വിൽ ബി മോർ ദാൻ ഹാപ്പി. അച്ഛനെ വീണ്ടും 2-3 പ്രാവശ്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ മറ്റേ ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുവന്ന മനിലയിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ അച്ഛന് വിതരണം ചെയ്യാനായിട്ടുള്ള അവസരം തന്നെ വന്ന് നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ അച്ഛനത് കൊടുക്കുവാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്ലീസ് കൈൻഡ്ലി കോപ്പറേറ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ട്രെയിനിൽ വരുന്നവര് ട്രെയിനിൽ വരുന്നത് ജൂലിയൻ പറഞ്ഞോളൂ. പറഞ്ഞോ. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഇങ്ങോട്ട് ഉള്ളത്, നമ്മളുടെ സെയിന്റ് ആന്റണീസ് സ്കൂളിലേക്കുള്ളത്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ മേ ബി യു ഹാവ് ടു ടേക്ക് ബസ് അല്ലെങ്കിൽ ഓട്ടോ എടുത്ത് അല്ലെങ്കിൽ യൂബർ എടുത്ത് വരേണ്ടി വരും. ഇങ്ങോട്ട് ബസ് ഉണ്ടാവില്ല. അവിടുന്ന് മെട്രോയിൽ കയറി കഴിഞ്ഞാൽ MG റോഡ് ഇറങ്ങിയാലും മെട്രോയിൽ കയറി കഴിഞ്ഞാൽ MG റോഡിൽ ഇറങ്ങാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദയവ് ചെയ്ത് വരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് തരണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് എന്നിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എത്ര ആളുകൾ വരും എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ അതല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പൊ എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ ആനിമേറ്റേഴ്സിനും കോർഡിനേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉടൻ തന്നെ അത് അറിയിക്കുവാനായിട്ടുള്ള വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചില ആളുകൾ വന്നിട്ട് സ്ത്രീകൾ മാത്രം വരുന്നത് ചിലപ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടി വരുമായിരിക്കും. അപ്പൊ അതൊക്കെ വന്നിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പോകണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രിഗറേച്ചൻ എന്താ പറയാൻ ശ്രമിക്കുന്നുണ്ട്? അതായത് നമ്മുടെ ഒരു കട്ട് ഓഫ് ഡേറ്റ് വയ്ക്കണം എന്നാണ് അവസാനം തരേണ്ടത്. അതനുസരിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പരിപാടി 26 നമുക്ക് ഒരാഴ്ചക്കിന് വേണ്ട സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി. വേണം തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 20th ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് അതിനുള്ളിൽ തന്നവർക്കായിരിക്കും അതനുസരിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് റെഡിയാക്കേണ്ടത് പറയാം. ആയിക്കോട്ടെ. 20th വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, 26-ാം തീയതി വരാൻ പറ്റിയില്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും? ഹലോ, അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അല്ല, എനിക്ക് വരാൻ പറ്റൂന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്നില്ല, കൈയും കാലും സുഖമായിട്ടില്ല. എനിക്ക് യാത്ര ചെയ്ത് അവിടെ എത്താൻ പറ്റത്തില്ല. നമുക്ക് KLCC ഓഫീസിൽ അവൈലബിൾ ആക്കാം. KLCC ഓഫീസിൽ ആലുവയിൽ. ഓക്കെ, എപ്പോഴെങ്കിലും അവിടെ ഉണ്ടാവും. ശരി എന്നാ, താങ്ക് യു. ഓക്കെ, ശരി. ജയിച്ചു സാറേ, ഇതിനൊക്കെ നമുക്ക് ഫുഡൊക്കെ തരണതിന് ചെലവുണ്ടാവില്ല. അതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഫണ്ടൊക്കെ വരണേ? അത് നമ്മളിപ്പോ പാർട്ടിസിപ്പൻസിന് മാത്രമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശരിയാണ്, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റിയലി ആ ഒരു കെയറിങ്ങിനും നന്ദി. ഇപ്പൊ നമ്മള് അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള പൂർണ്ണ രൂപത്തിലേക്ക് ആയിട്ടില്ല. ഇപ്പൊ തൽക്കാലം വന്നിട്ട് നമ്മള് വേറെ കോസ്റ്റിംഗ് അവിടെ വേറെ വരുന്നില്ല വരുന്ന ആളുകൾക്ക്. ആ രീതിയിലാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഗിരിഗിരേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷെ നമ്മള് പിന്നെ അതിന് രജിസ്റ്റർ ഫീസുകളൊന്നും വയ്ക്കുന്നില്ല. നമുക്ക് ഒരു സ്വന്തമായിട്ട് ഇപ്പം ഇത് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തരാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വെൽക്കം. ഓക്കെ. അംബ്രോസ് സാർ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നു? ഗൃഹരക്ഷ ജയ്സ നമസ്കാരം. ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയായിരുന്നു. അതായത് ഇതെല്ലാം കാണുന്നുണ്ട്. എന്റെ ഒരു ഡൗട്ട്, ഇതിനകത്തുള്ള സർട്ടിഫിക്കറ്റിലെ സിഗ്നേറ്ററീസ് ഒക്കെ ഒന്ന് ആരാണെന്ന് പറയാമോ? സിഗ്നേറ്ററി വന്നിട്ട് ഒന്ന് നമ്മളുടെ കൊല്ലം പിതാവായിരിക്കും. ഓക്കെ. കൊല്ലം പിതാവ്. പിന്നെ KLCBC എഡ്യൂക്കേഷൻ കമ്മീഷന്റെ സെക്രട്ടറി അഭിലാഷ് അച്ഛനും ആയിരിക്കും സിഗ്നേറ്ററീസ് വരുന്നത്. ഓക്കെ. കൊല്ലമാണ് അല്ലെ? കൊല്ലം പിതാവാണല്ലോ കമ്മീഷന്റെ. പിതാക്കന്മാർ ആരുടെയും സിഗ്നേറ്ററി ഇല്ല അല്ലെ? ഇല്ല, കാരണം കമ്മീഷന്റെ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ഡയറക്ടർ കൊല്ലം പിതാവാണ്. അങ്ങനെയാണ്. ആയിക്കോട്ടെ. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ എന്നാ, താങ്ക് യു. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ? സാർ, ഒരു ഡൗട്ട്. നമ്മള് 9:30 മുമ്പ് എത്തിയാ ഫ്രഷ് ആവാനുള്ള സൗകര്യം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി. അത് നമ്മൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അവിടെ. കാരണം അതൊരു ഇത് ലേഡീസ് ഹൈസ്കൂളാണ് അത്. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും നമുക്ക്. അവിടെ ഒത്തിരി ടോയ്ലറ്റ്സ് ഉണ്ട്. ടോയ്ലറ്റ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആശീർവാദനുണ്ട്, അവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. തലേ ദിവസം ആരെങ്കിലും നമുക്കൊന്ന് താല്പര്യമുള്ളവർക്ക് വരാം. നമുക്ക് ടൈം പിന്നീട് ഫിക്സ് ചെയ്തിട്ട്. തലേ ദിവസം എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടാവോ അവിടെ? ഞങ്ങളെ കൂടെ അടുത്തുള്ളവരാണ്. അടുത്തുള്ളവരൊക്കെ നന്നായിരുന്നു. ഞാനുണ്ടാവും. നമുക്ക് ഇത് എന്തെങ്കിലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ തന്നെ ഇടാൻ വരാൻ പറ്റും. നല്ലതായിരിക്കും, വലിയ സഹായമായിരിക്കും അത്. 4 മണിക്ക് ശേഷമല്ലേ പറ്റുള്ളൂ. ഒരു സ്കൂൾ ടൈം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. എന്റെ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അതാ സമയപ്പോഴത്തേക്കും വെട്ടൂന്നാണ് ഞാൻ കരുതണത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹെൽപ്പിനൊക്കെ ഞാൻ വന്നോളാം. സാർ, ദൂരെയുള്ളവര് തലേ ദിവസം വരികയാണെങ്കിൽ താമസത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? താമസം നമ്മൾ അങ്ങനെ ഒരു അവിടെ ആശീർഭവനിൽ അവൈലബിൾ ആയിരിക്കും എന്ന് ചോദിക്കാം. അതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളതും ഗ്രൂപ്പിലിടാം. ആശീർഭവനോട് തൊട്ടടുത്തുള്ളത് ചോദിച്ചു. റോയ് സാറിന് എന്താ പറയാണ്ടല്ലോ? റോയ് സാർ അതിനെ പറ്റി ഇൻഫോർമേഷൻ ഉണ്ടോ? റോയ് സാർ, തലേദിവസം ഞായറാഴ്ചയാണ്. 26 തിങ്കളാഴ്ച അല്ലേ? ഞങ്ങളുടെ ഇടവില് പെരുന്നാളാ. വൈകുന്നേരമാണ് കുർബാനയും പ്രദക്ഷിണമൊക്കെ. അന്ന് രാത്രി വൈകും. അപ്പൊ കാരണം തലേദിവസം എത്താൻ പറ്റില്ല. തലേദിവസം പറഞ്ഞത് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ തലേദിവസം അങ്ങനെ ഒരു എൻഗേജർ ഉണ്ട്. കുഴപ്പമില്ല സാർ. അല്ല, ഈ മറ്റേ നമ്മുടെ ആശീർഭവനിലെ അക്കോമഡേഷനെ പറ്റി എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ? എത്രയാണ് വരുന്നതെന്ന് ഐഡിയ? എന്നാലും 10-600 കുറയാണ്ട് വരും എനിക്ക് തോന്നുന്നു. അല്ല, ഏതായാലും അത് ക്വസ്റ്റ്യൻ ചോദിച്ചത് നന്നായി. താങ്ക് യു മിസ്റ്റർ കിരൺ. അത് തീർച്ചയായിട്ടും അതിനെ പറ്റി അന്വേഷിച്ചിട്ട് ഇടുന്നതായിരിക്കും ഗ്രൂപ്പിൽ. അല്ല, നമുക്ക് നേരത്തെ ബുക്ക് ചെയ്താൽ കിട്ടത്തില്ലേ അവിടെ റൂമായിട്ട്? ഉണ്ടെങ്കിലും കിട്ടും. അവര് പൈസ വാങ്ങിക്കും. അതെ. അല്ല, അത് വേണമെങ്കിൽ അവിടുത്തെ ഞാൻ സ്റ്റാഫിന്റെ നമ്പർ ഇട്ട് ജൂലി. അല്ല, മാനുവൽ ലെറ്ററിനെയാണോ? മാനുവൽ അവിടെ മറ്റേ ഇതിന് വേറൊരു പയ്യന് ഷെറിൽ മാനുവൽ മറ്റേ BC സർ മാത്രമേ ഉള്ളൂ. ഇത് ആശീർവാദ ഷെറിൽ എന്ന് പറഞ്ഞ ഒരാളെ നോക്കണം. അവൈലബിലിറ്റിയും റേറ്റും എല്ലാം പറഞ്ഞു തരും. ആർക്കെങ്കിലും എന്തെങ്കിലും? ഷാജി സുമനം എന്ത് കൈവക്കിയിട്ടുണ്ട്? എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഷാജി അൺമ്യൂട്ട് ചെയ്തിട്ട് പറയായിരുന്നു. നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ഇതെല്ലാം ഇതാകും. നിർബന്ധമായിട്ടും എല്ലാവരും പങ്കെടുക്കുക. ഇപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇതൊരു ആദ്യത്തെ സംരംഭമാണ്.
ജെയ്സൺ സാർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു റിട്ടയർഡ് ടീച്ചറാണ്, ബിഷപ്പിന്റെ സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോഴേ ഇതിൽ ജോയിൻ ചെയ്യണം, ആ ഒരു 26-ാം തീയതി പ്രോഗ്രാമിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. വരാൻ കഴിയുമോ? വരാമല്ലോ. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ളതല്ലേ? അതെ അതെ, നമ്മുടെ ബിഷപ്പിന്റെ എന്റെ ഇടവകയാണ്. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു ചേച്ചിയുടെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടട്ടെ, അസൈൻമെന്റ്സുകളൊന്ന് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. സർട്ടിഫിക്കേഷൻ നേറ്റീവ് പ്ലേസ് എറണാകുളമാണ്, കല്യാണം കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ആയിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എറണാകുളത്ത് വരണം, പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ സെഷനിൽ അതിന്റെ വീഡിയോസ് ഉണ്ടല്ലോ, നമ്മൾക്ക് അതൊന്ന് കൊടുത്തിട്ടേ ആ അസൈൻമെന്റ്സുകൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അവർക്കൊരു ഗുണകരമായിരിക്കുമല്ലോ അത്. നാളെ ഇടവകയിലെ ടീച്ചേഴ്സ് ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് ഒക്കെയാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള രൂപതയുടെ ടീച്ചേഴ്സ് ഫോറത്തിന്റെ ഇപ്പോഴത്തെ ഏതോ ഭാരവാഹിയൊക്കെയാണ്. നല്ല പ്രവർത്തനം, ആത്മായ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. ഓ, വെരി നൈസ്, വെരി നൈസ്. അപ്പൊ അതങ്ങനെ ഒന്നൊന്ന് ചെയ്താൽ, അല്ലെങ്കിൽ ജൂലിയൻ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാലും മതി. ജൂലിയൻ സാറിന്റെ നമ്പർ ഇട്ട് കൊടുത്തിട്ട് അവരെ ഏതെങ്കിലും ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യിക്കായിരിക്കും നല്ലത്. ഇപ്പൊ ജൂലിയനെ ഒരു ഗ്രൂപ്പിൽ കൊടുത്തിട്ടെ, ജൂലിയൻ സാറിന് നമ്പർ കൊടുത്തോ? എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കാമോ? ഞങ്ങൾ 2-3 സംഘടനകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. ഏതാണ് ചേച്ചിയുടെ ഗ്രൂപ്പ്? ഏതാ? ഗ്രൂപ്പ് 5 അല്ലേ? അപ്പൊ ആ ഡീറ്റെയിൽസ് ഒന്ന് ജൂലിയൻ സാറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ ഗ്രൂപ്പ് 5ലേക്ക്. പറഞ്ഞോ. എന്റെ ഒരു സുഹൃത്ത് KS കിട്ടിയ ഒരു ഓഫീസർ ഉണ്ട്, DD ആണ് ഇപ്പോ. KS കിട്ടിയ ആളാണ്. നമുക്കൊരു ഗസ്റ്റ് പ്രസംഗം, അങ്ങനെ ഗസ്റ്റ് സംസാരം എന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു കഴിയുമോ നമുക്ക്? അങ്ങനെ നമ്മൾക്കിപ്പോ ഇതിൽ വന്നിട്ട് സെഷൻ ഭയങ്കര പാക്ഡ് ആണ് ഇപ്പൊ ശരിക്കും. അപ്പൊ അതുകൊണ്ട് ഓക്കെ, ഞാൻ സംസാരിച്ച് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ പാലക്കാട് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അപ്പൊ പുള്ളി ഡയറക്റ്റ് KS കിട്ടിയാണ്, എറണാകുളത്തുകാരനാണ്. നമ്മൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. നമ്മൾക്ക് ഈ ഓൺലൈനിൽ അടുത്ത സെഷനിൽ വേണമെങ്കിൽ അനുബന്ധ പ്രഭാഷണമായിട്ട് വേണമെങ്കിൽ കൊടുക്കായിരുന്നു അദ്ദേഹത്തിന്. നമുക്ക് നോക്കാം. പുള്ളിയെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു നോക്കുള്ളൂ. എറണാകുളത്തുകാരനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ. ആർക്കും വേറൊന്നും? ലളിത ചേച്ചി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി കേൾക്കാമോ? ലോറൻസ് ചേട്ടൻ കേൾക്കാമോ? കേൾക്കാം. 26-ാം തീയതിക്കുള്ള പ്രോഗ്രാം നോട്ടീസ് ഉണ്ടോ? പ്രോഗ്രാം നോട്ടീസ് ആയിട്ട് പ്രോഗ്രാമിന്റെ അജണ്ട ഇടുന്നതായിരിക്കും ചേട്ടാ, ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അത് മതി. അല്ല, രാവിലെ തൊട്ട് 4 മണി വരെ അല്ലേ? 9:30 തൊട്ട് 4 മണി വരെ അതിന്റെ പ്രോഗ്രാം ഇടുമല്ലോ. ശരി. ഷാജിച്ചേട്ടന് എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ? ഷാജിച്ചേട്ടന്റെ ചിലപ്പോ അറിയാതെ കൊണ്ടതായിരിക്കും. എന്റെ ഡൗട്ട്, അന്ന് ചിലപ്പോ എനിക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ മകൻ അവിടെ എറണാകുളത്ത് പഠിക്കുന്നുണ്ട്. അപ്പം മകന് അത് പങ്കെടുക്കാമോ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനായിട്ട് വരാമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഗ്രിഗറിയച്ച ഒന്ന് ആൻസർ ചെയ്യാവോ? ഇത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി മാത്രം വരികയാണോ? അതെ. ഇതില് സെഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും. രാവിലെ വരെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പറയാം. ശരി. ഈ പ്രോഗ്രാമിന് വേണ്ടി വീണ്ടും ഇനി വേറെ എന്തെങ്കിലും രജിസ്ട്രേഷനോ ഗൂഗിൾ ഫോമോ, അങ്ങനെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവോ? ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. തീർച്ചയായിട്ടും ആനിമേറ്റേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും ഒന്ന് അറിയിക്കുക. അപ്പൊ അവര് ലിസ്റ്റ് തരുമല്ലോ.
എല്ലാവരും ആനിമേറ്റർ വഴി വരണം. ആനിമേറ്റേഴ്സിനെ അറിയിക്കുക ആരൊക്കെയാണ് വരുന്നത്. കാരണം നമുക്ക് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണമെങ്കിൽ നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് കിട്ടണം. അപ്പൊ അതുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തിയത് മാത്രം പോരാ, വരുന്നവരുടെ പിന്നെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് ആനിമേറ്റർമാർ അല്ലെങ്കിൽ കോർഡിനേറ്റർമാർ വഴി അറിയിക്കേണ്ടതാണ്. എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എണ്ണം കിട്ടുള്ളൂ. അപ്പൊ ദയവേത് ആനിമേറ്റേഴ്സും കോർഡിനേറ്റേഴ്സും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. അതുപോലെ ജെയ്സൺ സാറിന്റെ ഡെയിലി ടിപ്സ് വളരെ ഉപകാരപ്രദമായിരുന്നു. ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കണത് അതായിരുന്നു. അത് നിന്ന് കഴിയുമ്പോ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. അത് ക്ലാസ് കഴിയണ വരെയെങ്കിലും അതൊന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അത് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആയപ്പോ ഒരു സങ്കടം. എല്ലാ ക്ലാസ്സുകളും ഞാൻ മൊബൈലിൽ നിന്ന് പ്രിന്റ് ആയിട്ട് റെക്കോർഡാക്കി. ഓ ലവ്ലി, വെരി നൈസ്. അതൊന്ന് കൊണ്ടുവരണം കേട്ടോ അന്ന് വരുമ്പോഴേക്കും. എനിക്ക് അത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ ഒരു നഷ്ടമല്ലേന്ന് നോക്കി ഞാനത് ഇതാക്കി. അതെങ്ങനെയാ ചെയ്തതെന്നൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. പോയിട്ട് 200 രൂപയായുള്ളൂ എല്ലാം കൂടെ എടുത്തു. 200 രൂപയായുള്ളൂ. കഫേയിൽ പോയി നമ്മള് മെസ്സേജ് എല്ലാം കംപ്ലീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് അവര് റെക്കോർഡാക്കി തന്നു. ഓ, അത് പ്രിന്റ് ചെയ്ത് തന്നെ അല്ലേ? അപ്പൊ എയുടെ ഹെൽപ്പോടുകൂടി പ്രിന്റ് ചെയ്തായിരിക്കും അല്ലേ? ആദ്യം മുതൽ 39 എണ്ണം റെക്കോർഡാക്കി. ഓ, വെരി നൈസ്, വെരി നൈസ്, എക്സലന്റ്, വെരി നൈസ്. മൊബൈലിൽ പോയാലും അത് ഒത്തിരി ഒത്തിരി താങ്ക്സ്. വെരി നൈസ്, വെരി നൈസ്. നെക്സ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത അപ്പൊ എല്ലാവർക്കും ഡിപ്ലോമ ഡിസ്റ്റിങ്ഷൻ സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടട്ടെ. ഇത്രയും നേരം നമുക്ക് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ജെയ്സൺ സാറിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനുവേണ്ടി മേരി ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. മേരി ഡിസിൽവ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ കണ്ടിരുന്നതാണ്. ഡിസിൽവ തന്നെയല്ലേ? മേരി ഡിസിൽവ കിട്ടത്തില്ലേ? ഉണ്ടോ, ആളുണ്ടല്ലോ. സൗണ്ട് കേൾക്കുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ഗ്രിഗറി അച്ഛൻ, പ്രിയപ്പെട്ട ആനിമേറ്റർമാരായ ജെയ്സൺ സർ, ജൂലിയൻ സർ, എല്ലാ മാന്യമായ ആനിമേറ്റർമാരെയും കോർഡിനേറ്റർമാരെയും ഇന്നത്തെ പരിപാടിയെ മനോഹരമായി നയിച്ച മാസ്റ്റർ ഓഫ് സെറിമണി ലിനി, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീമതി ലീല, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി മെറ്റിൽഡ മാർട്ടിൻ, അവസാന പ്രാർത്ഥന നിർവഹിക്കുന്ന മേരി എന്നിവരെ എല്ലാവരെയും ആദരപൂർവ്വം സ്മരിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ് ആത്മീയമായും ഭൗതികമായും നമ്മെ സമ്പന്നമാക്കിയ ഒരു അനുഭവമായി മാറി. ഇത് വിജയകരമായി നടത്തുവാൻ സമയം, പരിശ്രമം, സഹകരണം നൽകിയ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർവമായി നന്ദി അർപ്പിക്കുന്നു. ഇവിടെ സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ നന്ദി പ്രസംഗം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മേരി ചേച്ചി. വളരെ ഭംഗിയായി തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട്. നമുക്ക് ഇനി ആർക്കും ഒന്നും സംശയങ്ങളൊന്നും ചോദിക്കാനില്ലെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രയറിന് വേണ്ടിയിട്ട് ക്ഷണിക്കാമോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് ഷേളി സെബാസ്റ്റ്യനെ മേഡത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു.
ഈശ്വംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി ഇന്നത്തെ ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ ഒന്നിച്ചുകൂടുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ച സർവേശ്വരനോട് നന്ദി പറയുന്നു. KRL CBC എഡ്യൂക്കേഷൻ ഗ്രൂപ്പിനെ വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഗ്രിഗറി അച്ഛനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങളെല്ലാം സഫലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലത്തീൻ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന, അതിനായി ഞങ്ങളെ സഹായിക്കുന്ന ജെയ്സൺ സാർ, എല്ലാ കോർഡിനേറ്റേഴ്സിനെയും ആനിമേറ്റേഴ്സിനെയും സിസ്റ്റർ ബ്രജീത്തയെയും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവരുടെ കരങ്ങളിലൂടെ നമ്മുടെ സമുദായം ഉയർന്നു വരുവാനും വളരെ ഔന്നത്യത്തിലെത്തുവാനും KRL CBCയുടെ എല്ലാ സംരംഭങ്ങളും വിജയപ്രദമാകുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഈശ്വംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഷേളെ ചേച്ചി. പ്രിയമുള്ളവരെ, ഇനിയും ഒത്തിരിയേറെ ദൂരം നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കൂടെയുള്ളവരെയും കൂടെ കൈപിടിച്ചുയർത്തി നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ ലീഡർഷിപ്പ് പ്രോഗ്രാം അതിന് നമ്മെ പ്രാപ്തരാക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. Thank you all. Good night. ഗുഡ് നൈറ്റ്. Thank you. Good night. Good night. Good night. Good night.